ഹലോ ഗൈസ്, അപ്പോൾ മാസ്റ്റർ ഗെയിമിൻ്റെ പുതിയ വീഡിയോക്ക് എല്ലാ മച്ചന്മാർക്കും ഒരുക്കിക്കോട് സ്വാഗതം. ഇന്ന് നമ്മൾ കളിക്കാൻ പോകണം നമ്മളെ മറ്റേ സ്വന്തം നമ്മളെ കളിക്കുന്നപ്പോഴും കളിക്കുന്ന ബസ് സിമുലേറ്ററാണ്. നല്ല ട്രെൻഡിങ് ഗെയിമാണെന്ന് എല്ലാവർക്കും അറിയാം. ഇന്ന് കളിക്കുമ്പോൾ ബസ് സിമുലേറ്ററാണ്. അതിന് നമുക്ക് വീഡിയോ കിടക്കാം. നമ്മൾ ലൈക്ക് അടിക്കുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ ഇപ്പോൾ വീഡിയോ കിടക്കാം. ഗൈസ്, നമ്മളിന്ന് പല പോകുന്ന സ്ഥലത്താണ് കളിക്കാൻ പോകണം. നേരെ നമുക്ക് പരസ്യം കാണിക്കണം. നേരെ നമുക്ക് വീഡിയോ കിടക്കാം. ഗൈസ്, ഇതൊക്കെ അവർക്കുള്ള പുതിയ ഗെയിമുകളാണെന്ന് തോന്നണം. ലോഡിങ് ആവണേ ഉള്ളൂ. ഞാൻ കുറച്ചൊക്കെ മോഡിഫിക്കേഷൻ ആക്കിയിട്ടുണ്ട്, വേറെ ആയിരിക്കും. എടുത്ത് നോക്കാം. പെട്ടെന്ന് പോകാൻ ചെയ്യേണ്ട ആവശ്യമില്ല. അത്രയുള്ള നിസ്സാരം നമ്മളെ കൊണ്ട് എപ്പോഴൊന്നും അറിയാം. ആണ്ടോ തുടങ്ങി. ഞാൻ എൻ്റെ ബസ്സിൻ്റെ കളർ അടിച്ചിരുന്നേ. ഫ്രണ്ട് നിങ്ങൾ നോക്കണേ. ഇങ്ങനെ പുതിയ മോഡാണ്. ഇനി നേരെ നമുക്ക് വിടാം. ഞാൻ വിട്ടു പോവുകയാണ്. വെള്ളച്ചനിപ്പടേ വാങ്ങി ഗീസ്. ഇപ്പം ഇടിച്ചേനെ. എൻ്റെ പൈസയൊന്നും അത്രയ്ക്കൊന്നുമില്ല, ആരും കളിയാക്കരുതേ. എൻ്റെ 589 വരെ ഉള്ളു. എന്ന് വെച്ചാൽ പോയിന്റ് ലൈറ്റ് അടിച്ച് കയറി പോയി തഴിയൊക്കെ. ഇതോ ഒരുത്ത മോനെ വെട്ടിക്കാൻ നേരത്തെ. ഇതാ ഒരുത്ത തന്നെ കയറി തോപ്പിക്കാൻ. നിന്നിടിച്ചില്ല. ജസ്റ്റ് മിസ്. ഞാൻ വിട്ട് പറക്കാൻ നോക്ക്, പക്ഷെ നടന്നില്ലേ, നടക്കണില്ല. ഇവനെ തോപ്പിച്ച് കയറി അങ്ങ് പോവാ. നമുക്കൊന്നും ഇതൊന്നും ഒരു പരിപാടിയില്ല. നീസാരം നേരെ ഇങ്ങോട്ട് പോവാം. പിബീന്ന് പറഞ്ഞു ഇതോ പോണ കുറേ മാമി വരത്തുന്നു. പിടിച്ചത് ഞാൻ ജസ്റ്റ് മിസ്സില്ലെങ്കിൽ എൻ്റെ വണ്ടി ഫുൾ പോയാനെ. അകത്തിരുന്നോട്ടിക്കുക, അതാണ് നല്ലത്. തൊപ്പി വയ്ക്കണം ചെയ്യണം. ലൈറ്റിൻ്റെ ആവശ്യമുണ്ടോ? എൻ്റെ പൊന്നോ സീന്. ചെന്നൊരു ഇടയിൽ കൂടെ ഇറങ്ങി ഇപ്പം ഇടിക്കുമായിരുന്നു. എൻ്റെ പൊന്നോ കോൾ വിളിക്കണേ. കോള് ഇതാണ് സീന്. പോലീസൊക്കെയാണ് പോണത്. പിടിച്ചങ്ങ് അടിക്കും നമ്മള്. ഞാൻ പറന്ന് പോട്ട്. ഇവിടെ ഗോൾ പോസ്റ്റിന് സ്ഥലമൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ, നമുക്ക് തിരിഞ്ഞ് ഇങ്ങോട്ട് കയറാൻ. ഇബില് നീയാക്കാന്ന് പോയാ നീയക്കച്ചരോ തിമിത്താലാൻ. നേരെ വളയ്ക്കാം. നേരമുണ്ട്. എണ്ണ അടിച്ചടിക്കുകയാണ്, അറിയാമല്ലോ. സ്പൈസി ഒന്നും നമുക്ക് വേറെ കുഴപ്പമില്ല. നമുക്ക് നേരം കൂടാ. രക്തം കൊണ്ട് എഴുതിയവർ ചന്ദനം മണക്കില്ല. നേരെ പുറത്തിടേ. നമുക്ക് നേരെ വിടാം. ലൈറ്റ് ഇടണം. എനിക്കത് അറിഞ്ഞുള്ള കാര്യം. ലൈറ്റ് ഇട്ട ഒരു ഇതില്ല. ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യാം. ഓഫായി. ജസ്റ്റ് വൈബ് സ്ഥലങ്ങളില്ലാട്ടല്ലേ. ഇന്തോനേഷ്യ എന്ന് പറഞ്ഞാൽ വൈബാണ്, നമുക്കറിയാം. അതങ്ങനെയാണേ. ഞാൻ പറന്ന് പോവുകയാണ്. ഇവിടെ നിർത്തണ്ട. ഇവിടെ നിർത്താൻ വേണമെങ്കിൽ ഇവിടെ ബസ് ഇടിച്ച എന്താ അവിടെ പറ്റിടേ. പക്ഷെ അവിടെ എന്തിനാണെന്ന് ഞാൻ പറയാനില്ല. ഹോണൊക്കെ അടിച്ച് അപ്പോൾ നേരെ പറത്ത് അങ്ങ് വിടാം. മേലെന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉള്ളതാണ്. നേരെ അങ്ങ് വിടാം. ചന്ദനമാണ്. നല്ല മഴയും കൂടെ ഈ വെയിലത്ത്. മാറിപ്പോയി.
എക്സ്പീരിയൻസ് ആണ് എയർപോർട്ട്. கேளு போனடு இது வருவந்தாங்க என்னோட்டு இருக்கேன் இவனை பெரிய டான்ஸுக்கல்ல ഞാൻ പാട്ടൊക്കെ പാടി ഇരിക്കുള്ള വേറെ കളച്ച് വൈബ് നോക്ക് വളച്ചങ്ങ് പിടിച്ച് സ്വർഗം നേരെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോ ലൈക്ക് അടിക്കുക, ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ഗെയിം കളിച്ചിട്ടുള്ള കമൻറ്റും കൂടെ ചെയ്യുക. യെസ് എന്ന് മാറാൻ കൊണ്ട് സ്പോർട്സിൽ നടക്കൂല ഇവരുടെ, അതാണ് സീന. ഞാൻ പറന്ന് പടന്നാണ്. എന്റെ പൊന്ന സീരീസ് എന്റെ എട്ടേ കൂടെ വളഞ്ഞു വന്നാണ്ട ഓടിച്ച്. ജസ്റ്റ് മുസി എന്റെ അനിയ എന്റെ അളിയാൻ പോടാ. പുഷ്പയാണ് ഫ്രണ്ടിൽ കൂടെ പോണ കണ്ട വിറവം കൊണ്ടാക്കിയിട്ട് പോണ പുഷ്പരാജ് തെക്കതലേ പോയിന്റ് നോക്കിക്കൊണ്ടിരിക്കാതെ നടന്നില്ലേ. ഇവനങ്ങ് തോപ്പിച്ചങ്ങ് വിടാം. നിസ്സാരായിട്ട് തോപ്പിക്കാന്ന് ഏത് ഇടിച്ചാലും ഞാൻ പേടിക്കുന്നില്ല. പിന്നെ വേറെന്താ സംഭവം വീട് മാറിക്കണ്ട അങ്ങോട്ട് നോക്കണം. എനിക്ക് ഹെൽത്തൊക്കെ കുറഞ്ഞു. ഞാൻ ചാവുമെന്നാണ് തോന്നണ. ഇതുവരെ ലോഡിങ് ആപ്പായില്ലേ. അതാണ് സീൻ. നമുക്ക് ഇവിടെ സൈഡിൽ നിർത്തണം. നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമാണിത്. മരം വണ്ടി ഓഫ് ചെയ്ത് ഇറങ്ങി. വണ്ടി അടിക്കണല്ലോ. അടിക്കണമെങ്കിൽ അടിയടാ. ഇപ്പം അടിയടാ. ഇപ്പോട്ടടിയാ. ഇവിടെ അടിയടാ. എന്താ അടിക്കണോ എന്ത് ഡാൻസ് ഒക്കെ കളിച്ച് കാണിച്ചു. പിന്നല്ലേ വണ്ടി എടുക്കാം. തോന്നാണില്ല. സ്വർഗ സ്പീഡ്. ഏതൊരുത്തോടെ ഫോൺ അടിക്കുന്നു. ഒരു മിനിറ്റ് നിർത്തട്ടെ വണ്ടി. ഒരു അത്യാവശ്യമുണ്ട്. ഞാൻ വളച്ചങ്ങ് പിടിച്ച്. പിന്നല്ല ഏത് വൈബെന്ന് നോക്ക്. ഇനി നമ്മളിവിടെ നിൽക്കൂലേ. നിൽക്കുമെന്ന് പറഞ്ഞാൽ നിൽക്കൂലേ. നേരെ തെറിച്ചങ്ങ് വിടും. നമ്മൾ നേരെ നമ്മളെ സ്വന്തം സ്ഥലത്തോട്ട് പറക്കട്ടെന്ന് സ്വർഗ സ്പീഡ് പോട്ട്. ഞാൻ 100-110 കണ്ടിക്കുന്നു സാധനത്തിലാക്കി. സ്പീഡിന് വന്ന ലോഡിങ് അപ്പം നീ എന്ത് പാടേ. ഞാൻ വന്നിട്ടുണ്ട്. നമ്മുടെ സ്ഥലത്ത് തന്നെ എത്തി. മാറി അടിച്ച് വളച്ച് പിടിച്ച തെറ്റി നേരെ ഒന്നൊരു ഒറ്റയടി. അപ്പോഴേ വണ്ടി ചണിങ്ങി. നിങ്ങൾക്കിവിടെ കണ്ടറിയാം നമ്മളെ ഈ ലവ് കണക്കത്തെ സംഭവമാണ്. 52 നമുക്ക് വണ്ടി ശരിയാക്കണം. അതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഇപ്പോഴത്തെ പുതിയ അപ്ഡേറ്റാണ്. എന്ത് പാടേ ഈ അപ്ഡേറ്റൊക്കെ ഇവർ ഒരുമാതിരി ഇല്ലാതാക്കണങ്ങനത്തെ അപ്ഡേറ്റ് ആക്കി കളഞ്ഞു. ഇത് റിയൽ ലൈഫാണെങ്കിൽ തന്നെങ്കിലും എന്നാലും ഇവരിങ്ങനെ അത്താക്കണ്ടിരുന്നു. ഓവറായിപ്പോയി. അത് നമുക്ക് ആവശ്യമില്ല. വൈപ്പർ ഇപ്പോഴാണ് സോഫാണ് ജസ്റ്റ് മിസ്. നമ്മളെ ഫ്രണ്ട് സെറ്റിൽമെൻറ്റ് എനിക്ക് പോകുന്നു. ഇടിച്ചിടക്കാണ് പോണത്. ഏത് വൈബ്. ഇതിങ്ങോട്ട് റോഡ് തിരിയങ്ങോട്ട്. ഞാൻ വളച്ച സ്ഥലം അങ്ങോട്ടായിപ്പോയി. കാരണം എന്ന് വെച്ചാൽ നല്ല വഴി ഉണ്ടല്ലേ. നമ്മളങ്ങനെയാണ്. അതുകൊണ്ട് ഇപ്പന്മാരൊക്കെ ലൈറ്റ് ഇട്ടാൻ പറഞ്ഞാൽ നമുക്കൊന്ന് ലൈറ്റ് ഇട്ടാലേ. രക്തം കൊണ്ട് എഴുതിയ പേര് ചന്ദന മണക്കില്ല. പൊട്ടിക്കാക്കണോ അതൊക്കെ വേണം കാറിൽ. യെസ്. പിന്നെ നിങ്ങൾ ലൈക്ക് അടിക്കണേ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ലൈക്ക് നമുക്ക് നിൽക്കുന്നില്ല. ആക്സിഡൻ്റ് ആയിട്ടായിരുന്നു കൂടെ നിർത്തി.
പ്രൈവറ്റ് യൂസ് നമുക്ക്. അപ്പോൾ അത് ഇത് ഇപ്പം പോണ ആ ബസ് സ്റ്റാൻഡിലോട്ടാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എനിക്കറിയാം. കാരണം എന്ന് വെച്ചാൽ അവർക്കുള്ള ബാക്കിട്ട് അങ്ങനെ പേര് വായിച്ച് എനിക്കറിയാം. കാരണം എന്ന് വെച്ചാൽ അവർ പോണ അതേ റൂട്ടാണ് നമ്മൾ. പിന്നെ പലീപ്പാൻ അങ്ങനത്തെ രണ്ട് ചെയ്യും. ഇതൊക്കെ എന്തൊരു മണ്ണ് കേസ്, മണ്ണും പൊടിയും ചളിയൊക്കെ ഇരിക്കുന്നത്. ചളി എന്തുവാടെ ഇത്? ചളി തന്നെയല്ലേ ഫുള്ള്. ഇത് ഫുള്ള് ചളി കേസ്. ചളി എന്ന് പറഞ്ഞാൽ അമ്മേ എൻ്റെ അമ്മോ കണ്ടല്ലോ ഇപ്പം ഇടിച്ചേനെ. അതിനകത്തെ ചളി. ആ പലീപ്പ നമുക്ക് പിന്നെ അവനെ കാണാൻ പോലും. കാരണം വെച്ചാൽ അവൻ ഇപ്പം നമ്മളിപ്പോൾ ലോഡിങ് അപ്പായി മാറുമ്പം അവൻ ലോഡിങ് അപ്പ് ആവില്ലല്ലോ. അവൻ അങ്ങ് പൊക്കിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ നമ്മൾ വന്നിട്ടിരിക്കും. അവൻ പറഞ്ഞു അവൻ വന്നിട്ടിരിക്കും നമ്മൾ പറഞ്ഞു. അങ്ങനെയൊക്കെ ലോഡിങ് അപ്പൊക്കെ വരുന്നുണ്ട്. ആണ്ടാ ഞാൻ അങ്ങനെ കയറി പോകുന്ന വൈബ്. ഇത്രയും വലിയ റോഡ് അടഞ്ഞിട്ട് അതിൽ കൂടെ സൈഡിൽ കൂടെ കയറി പോകും. എന്തുവാടി അതൊരുമാതിരി അല്ല ഈസ. ആ ബോർഡ് ഇട്ടേക്കണേ അല്ല അവന്മാരുള്ള ബസ്സിൻ്റെ പേര് വരെ അതാണ്. സൈഡിൽ ഈറയൊക്കെ നിൽക്കണ്. നിങ്ങൾ വേറെ ഗെയിമാണെങ്കിൽ കമൻറ്റ് ഇട്ടിരുന്നാൽ മതി കേട്ടല്ലോ. ജസ്റ്റ് മിസ്. എൻ്റെ പൊന്നോ മാറ ഇടിച്ച്. ഇവന്മാരെ കൊണ്ട് വണ്ടിയുടെ സ്പീഡിഞ്ഞ് പോകൂലേ. ഇവന്മാർ സ്പീഡിഞ്ഞ് പോകില്ല. അതാണ് ഇവന്മാരെ ഫസ്റ്റത്തെ കുഴപ്പം. ഇവന്മാർ സ്പീഡ് പോയി നമുക്ക് വല്ലതും കിട്ടിയില്ല. ഇപ്രാവശ്യം കൊണ്ട് ആരും നല്ല രക്തം കൊണ്ട് എഴുതിയ വരികയാണ്. ഇവിടെ വല്ല ക്രഷറും മറ്റു വല്ലതുമാണ്. ഞാൻ എന്തായാലും ഇറങ്ങി. ഏതോ ഇതേ തന്നെ തോന്നുന്നു. ഇവിടെ ക്രഷറാണെന്ന് അല്ല വേറെ എന്തായാലും അല്ല ഹിറ്റാച്ചി കൊണ്ടുവിടുക. നേരെ അങ്ങ് വിടുക. എന്നാ താമസിക്കും. കാരണം ഈ റോട്ടിലൊന്നും ആരുമില്ല. പിന്നെ എന്ത് പെട്രോൾ അടിക്കാൻ കയറിയ ലൈസ് ഞാൻ അടിച്ച് ഏത് പോയി അടിക്ക് പെട്ടെന്ന് അടിക്ക്. 150 രൂപയൊക്കെ ഉള്ളായിരുന്നു. പിന്നെന്ത് നേരെ വെറ നീ വെറ. പോട്ടെ രക്തം കൊണ്ട് എഴുതിയ ഒരു ചന്ദനം മണക്കില്ല. നേരെ വിട്ടോ. നേരെ അങ്ങോട്ട്. ഇനി എവിടെ നിൽക്കൂല. അതുകൊണ്ട് അടി എഴുതിയേക്കണ സൈഡിലോട്ടാണ്. പക്ഷെ ആ വഴി നമ്മൾ പോവില്ല. അവർ പറയണ വഴി മേപ്പ് പോയത്. ആ വഴി നോക്കൂ. പുതിയ അപ്ഡേറ്റ് ഒക്കെ വന്നിരുന്ന് കൊള്ളാമെന്നില്ല. നല്ല രസമാണ്. അവർ നിന്ന് പിന്നെ അല്ല ഈ സീനത്ത് DJൻ്റെ സെറ്റും വണ്ടിയാണല്ലേ. അതിനകത്തെ പുതിയ മോഡൊക്കെ ഉണ്ടെന്ന് കുറേ പേര് കുറേ പേര് ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ കണ്ടായിരുന്നു. കുറേ യൂട്യൂബേഴ്സ് പറയണം അങ്ങനെയൊക്കെ. ആ വിഷയം ശ്രദ്ധിച്ചൊന്നുമില്ല. പക്ഷെ എനിക്ക് എടുക്കാൻ ബസ്സിന് കളർ മോഡൊന്നും കിട്ടണ്ടേ. ഇവിടെ കൂടെ പോണ വണ്ടി ഞാൻ എവിടെ കണ്ടിട്ടുള്ളൂ തോന്നുന്നു. പെട്ടെന്നോ ഇനി ഞാൻ എവിടെ ഫോട്ടോ എടുക്കാൻ നിൽക്കുമോ ഒന്നും നിൽക്കില്ല. നേരെ അങ്ങ് വിടും. പച്ചയാണ് കുഴപ്പമില്ല. നേരെ പൊട്ട് ഫോണൊക്കെ ഇട്ടങ്ങ് പോവുകയാണ്. അവ മാറുന്നു. പിന്നെ വേറെ കുഴപ്പമില്ല. സ്വർഗം സ്പീഡാണ് നമ്മള്. നേരെ വിട്ടാലോ വായോ പറത്തി അങ്ങോട്ടൊക്കെയാണ്. നേരെ അങ്ങ് വിട്ട് അതുകൊണ്ട് എവിടെയൊക്കെ കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ മോഡൽ ബസ് മാത്രമേ ഇവിടെ ഉള്ളൂ. ലോഡിങ് മാപ്പ് നല്ല വൈബ്. ലോഡിങ് മാപ്പ് നേരെ അങ്ങ് പറത്തി അങ്ങോട്ടോ. വളവാണെങ്കിൽ നല്ല രസം. ഇല്ല ഇനി നേരെ കൂടാ. എന്തെല്ലാം സ്വാഗതം പോസ്.
എന്താ സ്ഥലമാണ്, നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്യാം. എന്നുവെച്ചാൽ ലൈറ്റ് ഇവിടെ ഒന്നും വേണ്ട, കാരണം വെച്ചാൽ നല്ല നമ്മുടെ സ്ഥലത്ത് നമ്മൾ ലൈറ്റ് ഇടാറില്ലല്ലോ. ലൈറ്റ് അങ്ങ് ഓഫ് ചെയ്തു. ഇപ്പാണ് വേറെ മോഡൽ ബസ് കണ്ട. ഓ കോമഡി ആയിരുന്നു. അത് സീനാണ്. നേരെ ഒന്നും ഒരു ഇടി. ഇനി വണ്ടി സ്പീഡിൽ പോകാൻ തോന്നല്ല. നമ്മളെ ഹെൽത്ത് കുറഞ്ഞു. നേരത്തെ 80 ഇപ്പോൾ ഇത്രേ ഉള്ളു. 100 110 പോകാൻ കൊള്ളു. കാരണം വെച്ചാൽ അത്രയും കുറഞ്ഞു പോയി. ഇനി ആരും വരല്ലേ. അതാണ് അവിടുത്തെ ലൈറ്റ് അടിച്ചത്. അപ്പോൾ അവന്മാർ ലൈറ്റ് അടിക്കൽ നിർത്തണമില്ല. നേരെ ഒന്നും ഞാൻ ബ്രേക്ക് പിടിക്കുമ്പോൾ ഞാൻ ബ്രേക്ക് പിടിച്ച് അപ്പോഴേ നിന്ന്. പിന്നെന്തോ എന്തോ വണ്ടി ഒരു പറക്കലങ്ങ് പറന്നപ്പോഴേ സ്വർഗം സ്പീഡിൽ. ആ വണ്ടി ഒന്ന് മറ്റേ താഴ്ത്താളെ അടിച്ച്, താഴ്ത്താളൊന്ന് മറ്റേ ആളടിച്ച്. ഇവരൊക്കെയുള്ള വേറൊരു ഗെയിമാണ് ഈ ട്രക്ക് സിമുലർ ID എന്നും പറഞ്ഞ്. ID എന്ന് വെച്ചാൽ ഇന്തോനേഷ്യ. അങ്ങനെ 5-6 ഗെയിമുണ്ട് ഇവർക്ക്. അതൊക്കെ ഏത് ഗെയിമാണെന്നോ ഞാൻ ടെസ്റ്റ് ചെയ്തില്ല. ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഞാൻ പറത്തി വിടുകയാണ്. ഇവിടെ നിന്ന് കാരണം ആരും ഇല്ലല്ലേ. ഇവിടെ നിന്നൊക്കെ പറത്തി വിട്ട പെട്ട് 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 നമുക്ക് ഈ സ്പില്ല് വിട്ടു പോവാ. വേഗം കൂടെയാണ് കുറയാണ്. ഇവിടെയൊക്കെ പതുക്കെ പോകാം. കാരണം എന്ന് വെച്ചാൽ ഇത് എപ്പോഴാണ് ഇവിടെ ഇടിക്കണമെന്നും പറയാൻ പോല വളവുമാണ്. ഇനി കാണുന്ന അടുത്ത പമ്പിൽ കയറണം. അയ്യോ പമ്പ് കഴിഞ്ഞ്. ഇനി പമ്പൊന്നും വേണ്ട. നമ്മൾ 92 എല്ലാം ഉണ്ടല്ലേ. ഞാൻ വിട്ടുപോയോണേ. ആരും ഇല്ല. റോഡും ഉണ്ട്, നമ്മളും ഇല്ല. അതുകൊണ്ട് ഇവർ പരസ്യം വെച്ചിട്ടുണ്ടോ. ഞാൻ ഇങ്ങോട്ടൊക്കെ വിട്ടു. ഇപ്പോഴാണ് ഈ സഞ്ചാര വണ്ടി ഇങ്ങനെ കണ്ടത്. ഇതിൽ ഇടിച്ച് നോക്കുള്ളൂ. നേരത്തെ ഇടിയെന്ന് വെച്ചാൽ വലിയ ഇടിയായിരുന്നു. ആദ്യമായിട്ടാണെങ്കിൽ ഇത്രയും വലിയ ഇടിയൊക്കെ. ഇവിടെ 2 ഐറ്റം ബസ്സുണ്ട്. ഇതുവരെ നമ്മൾ കണ്ടിട്ട് ഇപ്പോഴും കാണുന്ന. ഇത് നേരത്തെ കണ്ടായിരുന്നു. പക്ഷെ മറ്റേ വണ്ടിയാണ് കൂടുതലും വന്നിട്ടുള്ളത് അവിടെ. ഏത് വഴിയാണെന്നോ ഞാൻ കയറി പോകണം. എനിക്ക് അതൊന്നും ചോദിച്ചാൽ എന്നോട്. ഇപ്പം നേരത്തെ ഒരു ആക്സിഡൻ്റ് ആവുമായിരുന്നു. പൊള്ളച്ചങ്ങ് പിടിച്ച്. അയ്യോ ഇടിച്ചേ. കുഴപ്പമില്ല വിട്ടാ നമുക്ക് എത്ര വരെ പോട്ടെ അത്രയും പോയിട്ട് ഒരു സീനും ഇല്ല. പറക്ക് 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 പറക്ക്. നമുക്ക് ആ സ്ഥലത്ത് ഫസ്റ്റ് ചെയ്യുന്ന സ്ഥലത്തോടാണ് പോകുന്നത്. നമുക്ക് ഞാൻ ഇവിടെ പറഞ്ഞെന്തിന്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൂറിസ്റ്റ് ബസ് നിങ്ങൾ കമൻറ്റ് കൂടെ ചെയ്യണേ. അപ്പം മഴയൊക്കെ പെയ്തിരുന്നെങ്കിൽ സൈഡിലോട്ട് പോകണ വഴിയാണ് നമുക്ക് പോകുള്ളത്. കാരണം വെച്ചാൽ അവർ തന്നെ പറയണം ഗുജറാത്തിക്കാന്നുള്ള കിട്ടിയല്ല ഇയാൾ. എസ്റ്റിയും കൂടെ നമ്മൾ വേഗം കുറഞ്ഞിട്ടുണ്ട് ഇപ്പം. കാരണം 68 എല്ലാം ആയിട്ടുണ്ട്. വരെയൊക്കെ എത്തോന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് അറിയില്ല. ഇപ്പോൾ പാർട്ട് 2 ആക്കി നമുക്കുള്ളായിരിക്കും. പറന്നങ്ങ് വിടാം. വേഗം 76. അയ്യോ പ്രശ്നമാണ്. 90 വരെ പോകണോളൂ പെട്ട്. നമുക്ക് വെക്കണ വരെ ഇതൊക്കെ പോവാം. കാരണം എന്ന് വെച്ചാൽ അതങ്ങനെയാണ്. ആരെങ്കിലും വരണമെങ്കിൽ ഇടിക്കും. ഇനി എനിക്ക് ഇടിക്കാൻ വയ്യ. ഇടിച്ച് ചത്ത്. ഇപ്പം തന്നെ ഓൾറെഡി ഇത്രയായി. എണ്ണയൊക്കെ കുറഞ്ഞ് ഒത്തിനോട് തട്ടിയിട്ടുണ്ട്. ഇതൊക്കെ വേണ്ടേയിരുന്നു. ചുമ്മാ ഇവരിങ്ങനെ വെച്ചേക്കണം. എന്തായാലും ശരിയാക്കണമെങ്കിൽ പൈസ ഒന്നുമില്ലേ ശരിയാക്കും. എൻ്റെ പൈസ ഒന്നുമില്ല. നിങ്ങൾ നോക്കി പറയാം. 589 രൂപയാണ് പോയിന്റ്. എന്നുവെച്ചാൽ പൈസ, വെറും പൈസ. മറ്റേത് റുപ്യ. നമുക്ക് തന്നെ അടിക്കാൻ കയറാം. ഗുജറാത്തിക്കാനുള്ള കിട്ടിയ അളിയാ 2 ഞാനുണ്ട്. 2 ഞാനാണ്. ആകെ ഒന്നാണ് ഉള്ളത്. നമുക്ക് ഫുള്ള് കഴിക്കും. 82 2 പോവും. അത് തോന്നുന്നുള്ളിരിക്കുക. സിമ്മിൽ നീയൊക്കെ നോയാ ഞാൻ വലിയ 80 വരെ പോയി. അതിന് നേരെ കൂടാ. ഇവിടെ വലിയ ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഫ്ലക്സ്. എൻ്റെ വണ്ടിയെ കണ്ണാടി ഇങ്ങനെ കണ്ടറിയാം. ഇടിച്ച് ഒരു പരിവ് പോയത്. അവരൊക്കെ ഇവിടെ ഡേ ഇത് എവിടെ കയറി വന്ന ഡേ ഇതിനെ പറ്റിയണ്ടി. അയ്യോ വണ്ടി അവസ്ഥ. ഞാൻ പെട്ടെന്ന് പറ്റിയത് 13:58.
ഈ പെട്ടെന്ന് വണ്ടി ഒന്നും കയറി സ്പീഡ് കുറഞ്ഞു പോയി. ഇവന്മാരെ പ്രശ്നം എന്താണെന്നറിയോ, ലൈറ്റും അടിക്കൂല ഒന്നും അടിക്കൂല, നേരെ കയറി ഇങ്ങ് വരും. എനിക്ക് വണ്ടിയൊക്കെ ശരിയാക്കാറില്ല. പക്ഷെ വിഷയ സ്ഥലം, പക്ഷെ അവർ അത്രയ്ക്ക് ഒരു ഇതും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഒരു സുഖമില്ല. അങ്ങോട്ട് നല്ല പല സ്ഥലങ്ങളൊക്കെ ഇട്ട് അല്ല, കാട് ഫോറസ്റ്റ് ടൂറൊക്കെ കൊണ്ടിരുന്നത്. ടൂറ് ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആ മിക്കാണ് ആ പോടേ കയറിപ്പോടേ. ഈ കപ്പ കയറി പോവേ ഇല്ല. മാറാം അങ്ങോട്ട്, ആരും വരരുത്. കറഞ്ഞടിച്ച ചത്തുവും അത്രയും ഇത് കുറഞ്ഞിരിക്കുകയാണ്. നേരത്തെ ഇടിയോ എന്തോ അമ്മ, അത് കാരണമാണ് ഇപ്പം എല്ലാം ഇപ്പം ഇത്രയും കുറഞ്ഞത്. അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ആണ്ട് ഇവന്മാരൊക്കെ കണ്ട നേരെ അങ്ങ് വരും, ഒന്നും പറഞ്ഞു കൊടുത്തണത്. എന്നിട്ട് ഒന്ന് ഇടിച്ചിട്ട് ഒന്നും നടത്തണമെന്ന് പോകും. പുഷ്പ വണ്ടിയുടെ പോകണം, പുഷ്പ വണ്ടി തെക്കതില്ലേ, രാജ് പുഷ്പ ടാണാണ്. അവൻ എന്നെ വാശിയിട്ട് സ്പീഡ് എടുക്കുകയാണ്. അപ്പം ഞാനും വാശി എടുക്കും. എന്തടിക്കണം ഈ ലോഡിങ്ങപ്പ് വീട് യെസ് ലോഡിങ് മാപ്പാണ്. ഇത് എത്രാമത്തെ ലോഡിങ് മാപ്പ് നിങ്ങൾ കമൻറ്റ് കൂടെ ചെയ്യണേ. ബസ് ഇതൊരു ട്രക്ക് സിമുലർ ID അതാണ്. ഇതാ വിട്ട് പോവാണ്. വിട്ടുപോ എനിക്ക് അത്ര വേണുള്ളൂ. വിട്ടുപോ നിർത്തിപ്പോ. ഈ സൈഡ് ഒന്ന് പിടിക്കണം എനിക്ക്. നിർത്തട്ടെ. ഇത് നോക്കട്ടെ എത്ര കിലോമീറ്റർ ഉണ്ടോ. ഇവിടെ നേരെ വന്നു. ഇവിടെ ബസ് സ്റ്റാൻഡ് എത്തിയാല്. ഇത് ഏത് ബസ് സ്റ്റാൻഡ്? ഇനി വണ്ടിയൊക്കെ കളിക്കാം. അയ്യോ ഡോറൊക്കെ താഴെ തുറന്നു. നേരെ വിട്ടോ. ഇനി ഇവിടുന്ന് ഒരു വളവും കുറേ ലോഡിങ് ആപ്പക്കാർ കാണിക്കാണ്. നമുക്ക് നോക്കാം. ബസ് സ്റ്റാൻഡിൽ കയറി നമ്മൾ നിർത്താൻ നോക്കുമെങ്കിൽ വീഡിയോ അവസാനിപ്പിക്കുന്നതാണ്. എത്ര പറയുള്ളൂ. നിങ്ങളെല്ലാം കാണണേ ഗൈസ് വീഡിയോ. പറന്ന് പോട്ട്. അടുത്ത മഴ ഞാൻ പറഞ്ഞില്ല, മഴ പെയ്യുമെന്ന് പറഞ്ഞാൽ പെയ്തിരിക്കും. മീൻസ് വൈബല്ലേ, ഇതൊക്കെയാണ് വൈബ്. മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമീ ഞാടൻ, അങ്ങനെയൊക്കെ ഇട്ട് പോകണം. ഈ ലൈറ്റൊന്നും ഇല്ലെന്നെങ്കിൽ നല്ല രസമാണ്. മഴയത്ത് വലിയ വളവൊക്കെ വളഞ്ഞ് എനിക്ക് പേടി. ഇപ്പോൾ കളിക്കാൻ ഇടിച്ച ചത്ത് ഇടിച്ചു. ഇല്ല കുഴപ്പമില്ല, പോട്ട് കിട്ടോ. പക്ഷെ നമ്മൾ കുഴപ്പമില്ല, നമുക്ക് കുഴപ്പമില്ല. ഇവിടെ വലിയ ട്രാഫിക്കാവുന്നേ ഉള്ളൂ. ഇത് വലിയ വളവാണല്ലേ, സഞ്ചാര വളവായപ്പോൾ തന്നെ. ബസ് സ്റ്റാൻഡും ബസ് സ്റ്റോപ്പൊക്കെ കണ്ടെന്ന് തോന്നുന്നു. അയ്യോ നമുക്ക് പെട്ടെന്നൊക്കെ ബസ് സ്റ്റോപ്പ് വന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അത് വേറെ കാര്യം. അതിൻ്റെ ഇടയിൽ കൂടെ പോകണം. ജസ്റ്റ് മിസ്. ഞാൻ ലൈറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. ഇടിച്ച് നമ്മളെ ഹൗസ് എത്തിയോ. ചാണങ്ങി വണ്ടി. ഇനി ബസ് സ്റ്റാൻഡ് ഉടനെ അടുത്തുണ്ട്, അവിടെ നിർത്തണം. ആ സീന് ഓണായിരുന്നു. ഓൻ കയറിപ്പോണ്ട സാധനം ഞാൻ വെച്ചിട്ടുണ്ട്. ഇന്നിനി വാശിക്കനെ പിന്നെ വെട്ടിച്ച് കയറിപ്പോയ ഇടിച്ചില്ലെന്നും പറഞ്ഞു. അതും ജസ്റ്റ് മിസ്സിൽ. ഇങ്ങോട്ട് തന്നെ കേക്കെടുക്കണം. നമുക്ക് എന്തായാലും കയറിയിട്ടുണ്ട് ബസ് സ്റ്റാൻഡിലോട്ട്. ഇവിടം വരെ വന്നില്ലേ, നേരെ കയറി പോവാം. പോയി കാണിക്കണമെങ്കിൽ നമുക്ക് ചെയ്യാം. വളച്ച് സ്വർഗം. ഇവിടം വരെ അവർ പറയണോളൂ. അതിൻ്റെ അകത്താണ് മാറിപ്പോയി.
കാണിക്കുന്ന സ്ഥലത്ത് വരില്ല നമുക്ക് നോക്കൂ. ഇനി നമുക്ക് ഇങ്ങനെ ഓടിച്ചു നോക്കാം. ഇവന്മാരെ എവിടെയൊക്കെ നോക്കിട്ടാ പോണല്ലേ? ഇപ്പം അടുത്ത് എനിക്ക് കയറുമേ, ഇന്ന് കയറും അടി ചെട്ടേരാണ് നിർത്തണ്ട. ഇവിടെ നിർത്തട്ടെ. പാസ് ഉണ്ടോ? പാസ്. ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നല്ലൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ എല്ലാ മച്ചാന്മാർക്കും ലൈക്ക് അടിക്കുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു കമന്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.